മുതലനുസരിച്ച് അവിടെ എന്നെ കൊടുത്തിട്ട് ആ പജ്ജ് ഇന്നത്തെ എല്ലാം കോലില്ലാതെ ആ ശരി ആയിക്കോട്ടെ. പോരും സജീഷ് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, വാണിയോളത്തുണ്ടാവും, പെരുമ്പിലായാലുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ എണ്ണൂണില്ലല്ലോ. നിങ്ങൾ പീഞ്ഞോളെ അവിടെ ഇരുന്ന് കറന്നോളി മനസ്സാ. ഒന്നുകൂടെ പീഞ്ഞോക്ക് പയ്യനെ. പോയോ പൊള്ളാച്ചിന് നിങ്ങൾക്ക് നമ്മളെ എന്ത് പുള്ളിയാ ആ ചെക്ക് പോസ്റ്റ് കൂടി വന്നാൽ മതി. നീ അവിടെ അറിയാം എണ്ണം മൊത്തം എണ്ണീറ്റാ വാങ്ങുക. ഞങ്ങളിപ്പോ വരുന്നവിടെ എന്താ അറിയാം, മൊത്തത്തില് ഈ 30 കയറ്റിയാൽ 20 കൊടുത്തിട്ട് വരിക. മറ്റോടെ 20-25 ഞാൻ ഇങ്ങനെ കാണിച്ചെന്താ ഇവിടേക്ക് എന്റെ ആ പേര് മാറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മെല്ലെ മാറിയിട്ട് 20 രൂപ നിങ്ങൾക്ക് തരാവട്ടെ കണ്ണ് കാണിച്ചു. വേറെ ഒന്നല്ലേ കണ്ണ് കാണിച്ചു. ആയിക്കോട്ടെ. അവിടെ വരുമ്പോഴായതുകൊണ്ട് നമ്മൾ കാരണമൊന്നുമില്ല, ഞങ്ങളുള്ള കാര്യം പറയാം. ഒന്നും കൂടി ഇതാണ് ഈ നടത്തി പിടിച്ചൊന്നും നോക്ക്. നല്ല പയ്യ ഒരു പജ്ജ് വാങ്ങാനെന്ന് പറഞ്ഞിട്ട് ഒരുത്തും വരണം, എന്നാലേ പജ്ജ് വാങ്ങുള്ളൂ. അല്ലാണ്ട് എല്ലാവരും വാങ്ങണ പജ്ജല്ല. കറക്കും പോലെയാണ് കൊണ്ടേക്ക് ഒരു പയ്യാണ്. സ്വഭാവം തന്നെ മലയാളി എന്താ കഷ്ടപ്പാട്. എത്ര കാല് അവിടെ അങ്ങനെ കാണേണ്ട നാലാൾക്കാര്. പാവകങ്ങളവിടെ നിൽക്കി. ഒരു മിനിറ്റ് സമാനപ്പെടി നോക്കി. ആ പയ്യന് നോക്കിയതാണ്ടോ? ഇതാ നല്ല വലുപ്പം തന്നെ, നല്ല കാമ്പും മട്ടിയൊക്കെ ഒത്ത പയ്യാണ്. ഒത്ത ശരീരം പജ്ജുണ്ട്. ആ അതാണ് പജ്ജിനെ കാണിച്ചത്. നിങ്ങൾ ചോദിച്ചു ചിലപ്പോ വിലക്ക് കിട്ടിയാലോ. വിലയൊക്കെ പണി കൂടി വരണം.
പണിയാൻ വേണ്ടി കൊള്ളണം. ഇത് നിങ്ങൾക്ക് എത്ര കിട്ടും? ഞാൻ പറഞ്ഞത് നിങ്ങൾ തരുന്നല്ലോ. പറഞ്ഞു 34,500 റുപ്യക്ക് ഈ മുല്ല അറക്കാൻ വളർത്താൻ അറക്കാൻ എന്തിനാ കായത്തിന് അറക്കാൻ?